വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സോളമൻ ഇസ്രായേൽ മുഴുവന്റെയും രാജാവായിരുന്നു. അവന്റെ പ്രധാന സേവകന്മാർ സാദോക്കിന്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലിഫുറഹും അഹിയായും കാര്യവിചാരകന്മാരുമായിരുന്നു. അഹിലൂദിന്റെ പുത്രൻ യഹോഷാഫാത്ത് നടപടിയെടുത്തുകാരനും യഹോയാദയുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാദറും പുരോഹിതന്മാരുമായിരുന്നു. സോളമൻ രാജാവ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളുടെ ചുമതല ഓരോരുത്തരെ ഏൽപ്പിച്ചു. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തി. എല്ലാ ജനങ്ങൾക്കും കന്നുകാലികൾക്കും ഭക്ഷണം സമയാസമയങ്ങൾ ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ വരെ രാജാവ് ഉറപ്പുവരുത്തി. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. അവന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിൽ നിന്ന് ധാരാളം പേർ അവന്റെ ഭാഷണം കേൾക്കാൻ എത്തിക്കൊണ്ടിരുന്നു. ടൈർ രാജാവായ ഹീരാം രാജാവ് ദാവീദുമായി വളരെ അടുപ്പത്തിലായിരുന്നു. സോളമൻ രാജസ്ഥാനം ഏറ്റെടുത്തതറിഞ്ഞ് അവനെ കാണാൻ ഹീരാൻ രാജാവ് തീരുമാനമെടുത്തു. സോളമൻ രാജാവ് ഹീരാൻ രാജാവിനോട് ദൈവത്തിന്റെ ആലയം പണിയുന്നതിലേക്ക് ഹീരാൻ രാജാവിന്റെ അധീനതയിലുള്ള ലെബനോണിൽ നിന്നും ദേവദാരു മരങ്ങളും അത് പണിയാൻ കഴിയുന്ന നിപുണരായ പണിക്കാരെയും തന്ന് സഹായിക്കണമെന്ന അപേക്ഷ ഹീരാൻ രാജാവ് സമ്മതിച്ചു. അങ്ങനെ ഇസ്രായേലിലെ 1000കണക്കിന് ജോലിക്കാർ ദേവാലയത്തിന്റെ വിവിധ നിർമ്മാണ പ്രവർത്തികൾക്കായി നിയോഗിക്കപ്പെട്ടു. സോളമന്റെയും ഹീരാമിന്റെയും ശില്പികളും ഗേബാൽക്കാരും ചേർന്ന് കല്ലുകൾ ചെത്തിമിനുക്കുകയും ദേവാലയം പണിയാനുള്ള മരവും തയ്യാറെടുക്കുകയും ചെയ്തു. സോളമന്റെ 4ാം ഭരണവർഷം ദേവാലയ നിർമ്മാണം ഏറ്റവും നല്ല ദേവദാരു മരങ്ങളും ഉയർന്ന നിലവാരമുള്ള മറ്റു ഉരുപ്പടികളോടും കൂടി ആരംഭിച്ചു. സോളമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.